നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡെറിവേറ്റീവ്സ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഡെറിവേറ്റീവിന് ഒരു ഇക്വേഷൻ നമ്മളിപ്പോൾ ഫോം ചെയ്തെടുക്കുന്നത്. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ഡി എന്ന് പറഞ്ഞ ഡൊമൈനിൽ എഫ് ഓഫ് സെഡ് അനലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എല്ലാ ഡെറിവേറ്റീവും ഈ ഒരു ഡൊമൈൻ തന്നെ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സും അനലിറ്റിക് തന്നെ ആയിരിക്കും. ആ ഒരു ഡെറിവേറ്റീവിനെ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് സെഡ് സീറോ, ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ കാണാം? 1/2πi ഡിവൈഡ് ബൈ എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ 1/2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് സീറോ ഹോൾ സ്ക്വയർ ഡി സെഡ്. ഇനി നമുക്ക് എഫ് ഡാഷ് ഓഫ് സെഡ് സീറോ ആണെന്നുണ്ടെങ്കിൽ 2 ഫാക്ടോറിയൽ ബൈ 2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് സെഡ് മൈനസ് സെഡ് സീറോ ഓൾ ക്യൂബ് എന്ന് വരും. ജനറലി നമുക്കതിനെ എഫ് എൻ ഓഫ് സെഡ് സീറോ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് സീറോ ഓൾ റൈസ് ടു n പ്ലസ് 1 ഡി സെഡ് വേർ n ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ എടുത്ത ഇൻ്റഗ്രൽ സി എന്ന് പറയുന്നത് സി ഈസ് എ ക്ലോസ്ഡ് കോണ്ടൂർ ഇൻ ദ ഡൊമൈൻ ഡി. ഇനി നമുക്കിതിൻ്റെ ഒരു പ്രൂഫാണ് നോക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എഫ് ഓഫ് സെഡിന് അതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഉള്ള ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് ഡാഷ് ഓഫ് സെഡ് സീറോ എന്ന് പറയുന്നത് ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു സീറോ എഫ് ഓഫ് സെഡ് സീറോ പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് സീറോ ബൈ ഡെൽറ്റ സെഡ്. അപ്പോൾ നമ്മൾ എഫ് ഡാഷ് ഓഫ് സെഡിൻ്റെ ഇക്വേഷൻ നമ്മളിതിന് മുമ്പ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ഡെറിവേറ്റീവ് കാണുന്നത്. അപ്പോൾ ഇതിൽ എഫ് ഓഫ് സെഡ് സീറോ എന്ന് പറയുന്നത് നമുക്കറിയാം 1/2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് സീറോ ആണ് ബൈ യൂസിങ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഇനി അതിന് പകരം ഇതിലേക്ക് നമ്മൾ നമുക്ക് വേണ്ടത് സെഡ് സീറോ പ്ലസ് ഡെൽറ്റ സെഡ് വേണം. അത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഇക്വേഷനിൽ സെഡ് സീറോ എന്നുള്ളതിന് ഇവിടെ എന്ത് വരും? സെഡ് സീറോ പ്ലസ് ഡെൽറ്റ സെഡ് വരും. അപ്പോൾ എഫ് ഓഫ് സെഡ് സീറോ പ്ലസ് ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു 1/2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് സീറോ പ്ലസ് ഡെൽറ്റ സെഡ്. അപ്പോൾ നമ്മളിനി നേരത്തെ എഫ് ഡാഷ് ഓഫ് സെഡ് സീറോൻ്റെ ഇക്വേഷനിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത്? എഫ് ഡാഷ് ഓഫ് സെഡ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് സെഡ് സീറോ പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് സീറോ ആണ്. എഫ് ഓഫ് സെഡ് സീറോ ഇവിടെ ഉണ്ട്, എഫ് ഓഫ് സെഡ് സീറോ പ്ലസ് ഡെൽറ്റ സെഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ രണ്ടും മൈനസ് ചെയ്യണം. അതല്ലാതെ ഓൾ ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് ഉണ്ട്, അത് നമുക്ക് വേണം. അതുപോലെ രണ്ടിലും 1/2πi ഉണ്ട്. അപ്പോൾ രണ്ടിലും 1/2πi നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കും. അതിൽ ഓൾറെഡി താഴെ ഒരു ഡെൽറ്റ സെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു സീറോ 1/2πi ഡെൽറ്റ സെഡ് ഇൻ്റഗ്രൽ സി ഫസ്റ്റ് ടേം ഇത് വരും. അതായത് 1/z മൈനസ് സെഡ് സീറോ മൈനസ് ഡെൽറ്റ സെഡ് മൈനസ് 1/z മൈനസ് സെഡ് സീറോ. ഇനി ഇതിനെ നമ്മൾ ഈ ഒരു ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. അതായത് സെഡ് മൈനസ് സെഡ് സീറോ മൈനസ് സെഡ് മൈനസ് സെഡ് സീറോ മൈനസ് ഡെൽറ്റ സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് സീറോ മൈനസ് ഡെൽറ്റ സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് സീറോ എന്ന് വരും. ഇത് സോൾവ് ചെയ്യുമ്പം സെഡ് മൈനസ് സെഡ് ക്യാൻസൽ ആവും, മൈനസ് സെഡ് സീറോ പ്ലസ് സെഡ് സീറോ ക്യാൻസലായിട്ട് പോകും. അവിടെ ബാക്കി ഉണ്ടാവുക ഡെൽറ്റ സെഡ് മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് സീറോ മൈനസ് ഡെൽറ്റ സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് സീറോ എന്ന് കിട്ടും. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡെൽറ്റ സെഡും ഇതിന് താഴെയുള്ള ഡെൽറ്റ സെഡും രണ്ടും ക്യാൻസൽ ആവും. പിന്നെ എന്താ ഉണ്ടാവുക? 1/2πi ഇവിടെയുള്ള എഫ് ഓഫ് സെഡ് ആണ് ഇത്. എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് സീറോ മൈനസ് ഡെൽറ്റ സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് സീറോ എന്ന് വരും. ഇനി ഈ ഒരു ടേമിലുള്ള 1/z മൈനസ് സെഡ് സീറോ മൈനസ് ഡെൽറ്റ സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് സീറോ, ഈ ഒരു ടേമിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതിന് LCM ഒക്കെ എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാണ് കിട്ടുക.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാം, രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അത് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് ഈ ഇൻ്റഗ്രൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് 1/2πi എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് z0 ഓൾ സ്ക്വയർ ഡി സെഡ് പ്ലസ് വീണ്ടും ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ഡെൽറ്റ സെഡ് ബൈ 2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ബൈ സെഡ് മൈനസ് z0 മൈനസ് ഡെൽറ്റ സെഡ് ഇൻറ്റു സെഡ് മൈനസ് z0 ഓൾ സ്ക്വയർ എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷനിൽ രണ്ടാമത്തെ ടേം കൺസിഡർ ചെയ്യുകയാണ്. ആ രണ്ടാമത്തെ ടേമിൽ വെൻ ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ആവുന്ന സമയത്ത് ഇവിടെ ഡെൽറ്റ സെഡ് ഉണ്ട്. ഡെൽറ്റ സെഡ് 0 ആവുന്ന സമയത്ത് ഈ ഒരു ടേം എന്താവും? ഇറ്റ് വിൽ ഓൾസോ ടെൻസ് ടു 0. അപ്പോൾ വെൻ ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ഈ ഒരു ടേം ഇവിടെ ഡെൽറ്റ സെഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടേം എന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബി 0. അപ്പോൾ സെക്കൻഡ് ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എഫ് ഡാഷ് ഓഫ് z0 ഇസ് ഈക്വൽ ടു 1/2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് z0 ഓൾ സ്ക്വയർ ഡി സെഡ് എന്ന് കിട്ടും. ഇനി ഇതേപോലെ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം. സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് z0 വരുമ്പം ഇവിടെ എഫ് ഓഫ് z0 പ്ലസ് ഡെൽറ്റ സെഡും എഫ് ഓഫ് z0 ആയിരുന്നു. എഫ് ഡബിൾ ഡാഷ് ഓഫ് z0 നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഡാഷ് ഓഫ് z0 പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഡാഷ് ഓഫ് z0 ബൈ ഡെൽറ്റ സെഡ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടതുപോലെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് z0ൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. എഫ് ഡാഷ് ഓഫ് z0 പ്ലസ് ഡെൽറ്റ സെഡും നമുക്ക് കാണാം. ഇതേപോലെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇങ്ങനെ കിട്ടും. ഇതിനെ നമ്മൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഈ ഒരു ടേമിനെ നമ്മൾ രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ മാറ്റി എഴുതും. അങ്ങനെ മാറ്റി എഴുതുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഇങ്ങനെ രണ്ട് ഇക്വേഷനാണ് കിട്ടുക. ഇതിലും ഇതിൻ്റെ RHSലുള്ള ഈ ഒരു ടേം വെൻ ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ഈ ഒരു ടേം എങ്ങോട്ടാവും? 0 ആയിട്ട് മാറും. ഇപ്പോൾ 0 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ടേം ഉണ്ടാവില്ല. ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡബിൾ ഡാഷ് ഓഫ് z0 എന്ന് പറയുന്ന ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 2 ഫാക്ടോറിയൽ ബൈ 2πi ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് z0 ഓൾ ക്യൂബ് എന്ന് കിട്ടും. ഇത് ജനറലി നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ യൂസിങ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഡെറിവേറ്റീവ് അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം.